ഹായ് ഓൾ, ഞാൻ ഈ ഒരു പിക്ചർ വരയ്ക്കുന്ന നേരത്ത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അധികമൊന്നും ആലോചിച്ച് പോകണ്ടടോ, മനസ്സമാധാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേൾക്കാൻ ഒട്ടും സന്തോഷമില്ലാത്ത, ഏറ്റവും ദുഃഖം തരുന്ന, മനസ്സമാധാനം അപ്പാടെ കളയുന്ന ഒരു വാർത്ത ഇന്ന് കേട്ടു. അത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ കൂടപ്പിറപ്പ് തലപൊന്തി. എന്താണെന്നല്ലേ, ഓവർ തിങ്കിങ്. അത് കേട്ടതും തൊട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി നടക്കുകയായിരുന്നേ. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്ത മാറ്റണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലിരുന്നതാണ്. ഈ ഒരു പിക്ചർ ഞാൻ കുറച്ച് ദിവസം മുന്നേ പിൻട്രസ്റ്റിൽ കണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് തോന്നിയ പോലെ വരയ്ക്കുന്നതാണ്. ഇത് മൈൻഡ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഇതിലൊരു പെർഫെക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പീസ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ പെർഫെക്ഷൻ. ഇപ്പം ആ ഒരു മൂഡിലാണ് ഞാൻ. ഒട്ടും സന്തോഷം ഇല്ലായ്മയിൽ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലെ ചിന്തകളൊക്കെ മാറും കേട്ടോ. പിന്നെ കുറച്ചുകൂടെ വലിയ പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക ഇതെന്താ തീരാത്തതെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല. ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം, സന്തോഷം, ഒരു വേറൊന്നും ചിന്തിക്കാതെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരുന്ന് വരയ്ക്കുന്ന ആ ഒരു ഫീലായിരുന്നു. ഇതൊക്കെ വരച്ചിട്ട് എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് നേരം കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒന്നും കൂടെ വരച്ചു കൊടുത്തുട്ടോ. ഈ വരയ്ക്കുന്നതിൽ അവിടെ ഇവിടെ ആയിട്ട് 1-2 മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് സൂക്ഷിച്ച് നോക്കി കണ്ടുപിടിക്കുന്നവർക്ക് എൻ്റെ വക സമ്മാനം ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഞാനിതിൽ വരുത്തി കൂട്ടിയ മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത്. പിന്നെ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ഒന്നുമില്ലടാ, ഒരു ബ്ലാക്ക് പെൻ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ കൈ എങ്ങനെയാവുന്നോ പോകുന്നത് അതുപോലെ കുറച്ച് ഷേപ്പ് വരയ്ക്കുക. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വരച്ചതിൻ്റെ നടുക്കിലൂടെ ഇതുപോലെ കേർവ്സ് വരച്ച് കൊടുക്കുക. കംപ്ലീറ്റ് കേർവ്സ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വരച്ച ആ ഷേപ്പിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഞാൻ 2 എണ്ണമായിട്ടാണ് കേട്ടോ വരച്ച് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കേർവ്സ് വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മിഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മാർക്കറാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കളർ ചെയ്യാൻ അല്ലെങ്കിൽ വലിയ സ്പേസ് ഒക്കെ കളർ ചെയ്യാനുണ്ടെങ്കിൽ ഞാനിങ്ങനെ മാർക്കറാണ് യൂസ് ചെയ്യാറുള്ളത്. സ്കെച്ച് എനിക്ക് എന്തോ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നാറില്ല കേട്ടോ. ഒരു ബ്ലാക്ക് കളർ അത്ര ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നാറില്ല. പിന്നെ കുഞ്ഞു സ്പേസൊക്കെ ആണെങ്കിൽ ഞാൻ പെൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഇന്നലെ ഞാനിട്ട ആ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് പെൻ വെച്ചിട്ടാണ് കേട്ടോ കളർ ചെയ്തത്. കാരണം കുഞ്ഞു സ്പേസ് ആയതുകൊണ്ട് മാർക്കർ കൊണ്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ പെന്നാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ നമുക്ക് കളർ ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാർക്കർ യൂസ് ചെയ്യായിരിക്കും എളുപ്പം. പെട്ടെന്ന് തീരുകയും ചെയ്യും, നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടേടാ. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് എത്രത്തോളം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്? ചെറിയൊരു പനിയോ തലവേദനയോ വയറുവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവോ? നമുക്കൊരു അസഹനീയമായ പെയിനാണ് വന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോടാ. എന്നിട്ട് നിങ്ങൾക്ക് ഹെൽത്തിനൊരു കുഴപ്പമില്ല എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണേ. അതും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് കൃത്യമായി ഡോക്ടറോട് പറയാം. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മറുപടി അല്ല ഡോക്ടർ തന്നതെങ്കിൽ മറ്റൊരു ഡോക്ടറെ കാണിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കും നമ്മുടെ വീട്ടുകാർക്കാടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് മനസ്സിലിരിക്കട്ടെ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.